നമസ്കാരം. +2 ബയോളജിയുടെ രണ്ടാം സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ സെഷനിൽ സുവോളജി ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജും ഓരോ ചാപ്റ്ററിന്റെ ഒരു ബ്രീഫിങ്ങുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വർഷവും 8 ചാപ്റ്ററാണ് സുവോളജിയിലുള്ളത്. ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്യുക. ഫസ്റ്റ് ചാപ്റ്റർ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. Chapter 2 Reproductive Health. Chapter 3 Principles of Inheritance and Variation. Fourth chapter Molecular Basis of Inheritance. Chapter 5 Evolution. Chapter 6 Human Health and Disease. Chapter 7 Microbes in Human Welfare. And last chapter, biodiversity and conservation. ഇനി നമുക്ക് ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജ് നോക്കാം. ചാപ്റ്റർ 1 ആൻഡ് ചാപ്റ്റർ 2 ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. ഈ രണ്ട് ചാപ്റ്ററിനും 3 മാർക്ക് വീതമാണ് വെയിറ്റേജ്. ചാപ്റ്റർ 3 പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. ഈ ചാപ്റ്ററിന് 5 മാർക്കാണ് വെയിറ്റേജ്. നെക്സ്റ്റ് ചാപ്റ്റർ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. 6 മാർക്കാണ് വെയിറ്റേജ് ഈ ചാപ്റ്ററിന്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. നെക്സ്റ്റ് ചാപ്റ്റർ എവല്യൂഷൻ, 4 മാർക്ക് വെയിറ്റേജ് ആണുള്ളത്. അതുപോലെ തന്നെ തൊട്ടടുത്ത ചാപ്റ്റർ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്, ഇതിനും 4 മാർക്കാണ് വെയിറ്റേജ്. അടുത്ത ചാപ്റ്റർ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ, ചെറിയൊരു ചാപ്റ്റർ ആണ്, അതുകൊണ്ട് വെയിറ്റേജും കുറവാണ്, 2 മാർക്കാണ് വെയിറ്റേജ്. ലാസ്റ്റ് ചാപ്റ്റർ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ, 3 മാർക്കാണ് വെയിറ്റേജ്. ഇങ്ങനെ ടോട്ടൽ 8 ചാപ്റ്ററിന്റെ വെയിറ്റേജ് കൂട്ടിയാൽ 30 മാർക്കിന്റെ ചോദ്യപേപ്പറുമാണ് നിങ്ങൾക്ക് +2 സുവോളജി സെഷനിൽ വരിക. ഓരോ ചാപ്റ്ററിന്റെയും ബ്രീഫിംഗ് ആണ് ഇനി അടുത്ത ഭാഗത്തായിട്ട് പറയുന്നത്. ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. നമ്മൾ ബോട്ടണിയുടെ ആദ്യത്തെ ചാപ്റ്റേഴ്സിൽ പ്ലാന്റ്സിലെ റീപ്രൊഡക്ഷനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ സുവോളജിയിൽ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സിൽ വരുന്നത് ഹ്യൂമൻ റീപ്രൊഡക്ഷനെ കുറിച്ചാണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന്റെ സ്ട്രക്ചർ, ഗാമിറ്റോജെനിസിസ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഓഫ് ഗാമീറ്റ്സ്, സ്പെർം ആൻഡ് ഓവം പ്രൊഡക്ഷൻ, oogenesis, അതുപോലെ സ്പെർമറ്റോജെനിസിസ്, മെൻസ്ട്രുവൽ സൈക്കിൾ, അതുപോലെ പാർട്ടുറീഷൻ ആൻഡ് ലാക്ടേഷൻ എന്ന് വരുന്ന ഒരു കുഞ്ഞ് ജനിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പറയുന്ന ചാപ്റ്ററാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും പഠിക്കാൻ വളരെ എളുപ്പവുമായിട്ടുള്ളതും കുട്ടികൾക്കെല്ലാം താരതമ്യേന താല്പര്യമുള്ള ഒരു വിഷയമാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. രണ്ടാമത്തെ ചാപ്റ്റർ ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിൽ തീർച്ചയായും ഇതൊരു സെക്സ് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചാപ്റ്ററാണ്. കുട്ടികൾക്ക് സെക്സിനെ കുറിച്ചുള്ള ഒരു അവബോധവും റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ കുറിച്ചുള്ള ഒരു അവലോകനവും നൽകുന്ന ഒരു ചാപ്റ്ററാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. എങ്ങനെയാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്, അതുപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റി മൂലമുള്ള വിഷമിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അപ്പൊ ഇൻഫെർട്ടിലിറ്റി ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഡിഫറെന്റ് ടെക്നിക്സ്, സിഫ്റ്റ്, ഗിഫ്റ്റ് തുടങ്ങിയിട്ടുള്ള ധാരാളം ടെക്നിക്സ്, MTP എന്ന് പറയുന്ന ഒരു സെഷൻ, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, ഇങ്ങനെ കുട്ടികൾക്ക് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ കുറിച്ച് നല്ല ഒരു അറിവ് ലഭ്യമാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ചാപ്റ്ററാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. ഈ 2 ചാപ്റ്ററും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 3 മാർക്ക് വീതമാണ് വെയിറ്റേജ് ഉള്ളത്. അടുത്ത 3 ചാപ്റ്റേഴ്സ് വരുന്ന യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ് ആണ് സുവോളജി ഈ വർഷം നമുക്ക് നോക്കുമ്പോൾ കാണുന്നത്. ജെനറ്റിക്സ് ആരംഭിക്കുന്ന ചാപ്റ്ററാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. അടുത്ത ചാപ്റ്റർ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്, അതിനെ തുടർന്ന് വരുന്ന ഇവല്യൂഷൻ. ഈ 3 ചാപ്റ്ററിനും കൂടി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 5 മാർക്ക് പ്രിൻസിപ്പിൾസിനും
മോളിക്കുലാർ ബേസിസിന് 6 മാർക്കും അതുപോലെ എവല്യൂഷന് 4 മാർക്കും, അങ്ങനെ 15 മാർക്കാണ് അല്ലെങ്കിൽ 15 സ്കോറാണ് ഈ ഒരു യൂണിറ്റിന് മാത്രമായിട്ട് നീക്കി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ 3 ചാപ്റ്റർ. എൻട്രൻസിന് പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ചാപ്റ്റേഴ്സാണ് ഇത് 3. വളരെ ഭംഗിയായിട്ട് അടിസ്ഥാനപരമായിട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സാണ് ജെനറ്റിക്സിന്റെ ഓരോ ചാപ്റ്ററും. ആദ്യത്തെ ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. നിങ്ങൾ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ ഒരുപക്ഷെ പഠിച്ചിട്ടുണ്ടാവും മെൻഡേലിയൻ സിദ്ധാന്തങ്ങൾ. ഗ്രിഗർ ജോഹാൻ മെൻഡൽ, അദ്ദേഹമാണ് ജെനറ്റിക്സിന്റെ പിതാവ്. ജെനറ്റിക്സ് അതുപോലെ തന്നെ ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ. ജെനറ്റിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ സ്റ്റഡി ഓഫ് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ എന്നാണ് പറയുക. ഹെറിഡിറ്റി എന്ന് പറഞ്ഞാൽ പാരമ്പര്യവും, വേരിയേഷൻ എന്ന് പറഞ്ഞാൽ വ്യതിയാനവുമാണ്. ഇതിനെക്കുറിച്ചുള്ള ഒരു പഠനമാണ് ജെനറ്റിക്സ്. അപ്പം അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ്, മെൻഡലിന്റെ എക്സ്പെരിമെന്റ്സ്, അതുപോലെ മെൻഡലിന്റെ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ്, അതിനെക്കുറിച്ചുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രോസ്, പൈസം സറ്റൈവം എന്ന് പറയുന്ന പയർച്ചെടിയിൽ അദ്ദേഹം നടത്തിയ പരീക്ഷണങ്ങൾ, അതിന്റെ റിസൾട്ട്സ്, ക്രോസിങ്, ചെക്കർ ബോർഡൊക്കെ വരച്ച് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള പോലെ കുറച്ചും കൂടി ഉയർന്ന തരത്തിലുള്ള ധാരാളം ക്രോസിങ്ങും ഒക്കെ പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. ആ ഭാഗം കഴിഞ്ഞാൽ കുറച്ചും കൂടി കഴിയുമ്പോൾ നമുക്ക് കാണാം ക്രോമസോമൽ ഡിസോർഡേഴ്സ്, സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹ്യൂമൻസ് എന്നൊക്കെ തുടങ്ങിയ ഭാഗങ്ങളും അവിടെ കടന്നു വരുന്ന കാണാൻ പറ്റും. ക്രോമസോമൽ ഡിസോർഡേഴ്സിനെ കുറിച്ച് പലതരത്തിലുള്ള മ്യൂട്ടേഷൻ മൂലമുണ്ടാവുന്ന ഡിസോർഡേഴ്സ്, സിക്കിൾ സെൽ അനീമിയ, ഡൗൺ സിൻഡ്രോം, ടേണേഴ്സ് സിൻഡ്രോം എന്നൊക്കെ പറയുന്ന ധാരാളം ഡിസോർഡേഴ്സിനെ കുറിച്ചും പെഡിഗ്രി അനാലിസിസ്, ഒരു കുടുംബത്തിന്റെ പാരമ്പര്യത്തിന്റെ എല്ലാ ചിത്രം വരയ്ക്കുന്ന ഒരു പെഡിഗ്രി അനാലിസിസും എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. അടുത്ത ചാപ്റ്റർ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഈ ചാപ്റ്റർ ആണ് +2 ബയോളജിയിലെ എല്ലാ ചാപ്റ്റർ വെച്ച് നോക്കിയാൽ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ. അതുപോലെ തന്നെ കുറച്ച് ടഫായിട്ട് കുട്ടികൾക്ക് തോന്നുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഇത് പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇൻഹെറിറ്റൻസ് തന്നെയാണ്, പാരമ്പര്യത്തെ കുറിച്ച് തന്നെയാണ്. അത് മോളിക്കുലാർ ലെവലിലാണ് പഠിക്കുന്നത്. മോളിക്കുലാർ ലെവൽ എന്ന് പറയുമ്പോൾ അത് സെല്ലിന്റെ ഉള്ളിൽ DNA ലെവലിലുള്ള സ്റ്റഡിയാണ്. DNA, RNA-യുടെ സ്ട്രക്ചർ, വാട്സൺ ആൻഡ് ക്രിക്ക് മോഡലൊക്കെയാണ് അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ട് വരിക. മോളിക്കുലാർ ബേസിസിൽ നമ്മൾ കാണുന്നത്, നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് പ്രോസസ്സ് ലെങ്തി ആയിട്ട് പറയുന്നുണ്ട്. അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് വെച്ചുകൊണ്ട് ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ബോട്ടണിയിൽ കണ്ട 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ്, അതേപോലെ ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. ഇതിൽ ഈ ബയോടെക്നോളജിയുടെ ബേസിക്സ് അറിഞ്ഞുകൊണ്ട് മാത്രമേ നമുക്ക് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ഈ സുവോളജി ചാപ്റ്ററിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ വളരെ ലിങ്ക് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഈ പറയുന്നത് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. അതായത് ബോട്ടണിയിൽ പഠിക്കുന്ന ബയോടെക്നോളജി ചാപ്റ്റേഴ്സും മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററും ബന്ധപ്പെടുത്തി പഠിക്കുക. കാരണം ഈ ചാപ്റ്ററിലെ പല ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും കിടക്കുന്നത് ബയോടെക്നോളജിയിലാണ്. പല പ്രോസസ് കഴിഞ്ഞ സെഷനിൽ ഞാൻ സൂചിപ്പിക്കേണ്ടായി വീഡിയോയിൽ PCR ടെക്നിക്ക്, ഓട്ടോ റേഡിയോഗ്രഫി, അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ ബോട്ടണിയിലാണ്. അത് ഇവിടെ പ്രതിപാദിക്കുന്നില്ല. അപ്പൊ അതിനെക്കുറിച്ചൊരു അവഗാഹം ഉണ്ടായതിനു ശേഷം മാത്രമേ നമുക്ക് മോളിക്കുലാർ ബേസിസിലേക്ക് കയറുവാൻ സാധിക്കുകയുള്ളൂ, എന്നാലാണ് മനസ്സിലാകുകയുള്ളൂ. അപ്പൊ താരതമ്യേന ഇത്തിരി ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററാണ്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കാനും കഴിയും കുട്ടികൾക്ക്. അപ്പൊ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിനെ കുറിച്ച് കുറച്ചുകൂടി പറഞ്ഞാൽ, ഞാൻ ആദ്യം സൂചിപ്പിച്ച DNA-യുടെ സ്ട്രക്ചർ, RNA-യുടെ സ്ട്രക്ചർ, DNA-യും RNA-യുടെ ഇമ്പോർട്ടൻസ്, അതുപോലെ മോളിക്കുലാർ ലെവലിൽ തീർക്കുന്ന പ്രധാനപ്പെട്ട പ്രോസസ്, സെൻട്രൽ ഡോഗ്മ ഓഫ് ബയോളജി എന്ന് തന്നെ നമ്മൾ പറയും. അതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രോസസ്, ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ. എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ, എന്താണ് ട്രാൻസ്ലേഷൻ, അതുവഴി എന്താണ് നടക്കുന്നത്, പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നതിന്റെ തൊട്ട് പുറകിൽ വരുന്ന 2 പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ് ട്രാൻസ്ലേഷനും അതുപോലെ തന്നെ അതിന് മുന്ന് വരുന്നത് ട്രാൻസ്ക്രിപ്ഷനും. അപ്പൊ ഇതെല്ലാം DNA-യിൽ നിന്ന് തുടങ്ങുന്ന പ്രോസസ്സാണ്. അപ്പൊ ഇത് തമ്മിലുള്ള ബന്ധം, ട്രാൻസ്ക്രിപ്ഷൻ എങ്ങനെ നടക്കുന്നു, ട്രാൻസ്ലേഷൻ എങ്ങനെ നടക്കുന്നു, അതുവഴി പ്രോട്ടീൻ എങ്ങനെ സിന്തസൈസ് ചെയ്യുന്നു, അനുദിനം ഓരോ ജീവിക്കും വേണ്ട, പ്രോക്യാരിയോട്ടിനും യൂക്യാരിയോട്ടിനും വേണ്ട
ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും പ്രോട്ടീൻ സിന്തസിസും വളരെ ഭംഗിയായിട്ട് പ്രതിപാദിക്കുന്ന വളരെ ലെങ്തി ആയിട്ടൊരു ചാപ്റ്ററാണ്. ഇത് മാത്രമല്ല ഇതിനകത്ത് വരുന്നത് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിന്റെ സ്റ്റഡി, ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് കൂടാതെ ജനറ്റിക് കോഡ്, ലാക് ഓപ്പറോൺ കൺസെപ്റ്റ്, അതുപോലെ ഏറ്റവും നൂതനമായി ഇന്ന് ഫോറൻസിക് സയൻസിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന DNA ഫിംഗർ പ്രിന്റിംഗ്, ഇവിടം വരെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു വലിയ ചാപ്റ്ററാണ് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വെയിറ്റേജും കൂടുതലാണ്. 6 മാർക്ക് വെയിറ്റേജ് ആണ്. നിങ്ങൾ ബോട്ടണിയുടെയും സുവോളജിയുടെയും എല്ലാ ചാപ്റ്റേഴ്സും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഈ ഒരു ചാപ്റ്ററിനാണ്, 6 മാർക്ക്. ഇതിനെ തുടർന്ന് വരുന്ന ഈ യൂണിറ്റിൽ തന്നെയുള്ള അടുത്ത ചാപ്റ്ററാണ് എവല്യൂഷൻ, പരിണാമം. എവല്യൂഷനിൽ നമ്മൾ കാണുന്നത് 5 മാർക്ക് വെയിറ്റേജ് ആണ്. ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ വരുന്നു. എവല്യൂഷനെ കുറിച്ച് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഡാർവിനിയൻ സിദ്ധാന്തങ്ങൾ, ഡാർവിൻ തിയറി, അതുപോലെ തന്നെ ഒറിജിൻ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവന്റെ ഉൽപ്പത്തി എങ്ങനെയാണ്, ഭൂമി എങ്ങനെയാണ് ഉണ്ടായത്, ബിഗ് ബാങ് തിയറി ഒക്കെ നിങ്ങൾ പഠിച്ചു ഓർക്കുന്നുണ്ടാവും. ബിഗ് ബാങ് തിയറി, ഡിഫറെന്റ് തിയറീസ് ഓഫ് ഒറിജിൻ ഓഫ് ലൈഫ്, അതുപോലെ തന്നെ റേഡിയേറ്റീവ് അഡാപ്റ്റേഷൻ, പിന്നെ എവിഡൻസസ് ഫോർ എവല്യൂഷന് കാരണമാകുന്ന അതിനുള്ള തെളിവുകൾ എന്തൊക്കെയാണ്, ഏറ്റവും അവസാനം ഒറിജിൻ ഓഫ് മാൻ, മനുഷ്യൻ എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്തത് എന്ന് വരെ കിടക്കുന്ന പരിണാമത്തിന്റെ ഒരു ചാപ്റ്ററാണ് എവല്യൂഷൻ. അടുത്ത ചാപ്റ്റർ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്. ഈ ചാപ്റ്ററിൽ ഹ്യൂമൻ ഹെൽത്തിനെ കുറിച്ചും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡിസീസസിനെ കുറിച്ചുമുള്ള ഒരു സ്റ്റഡിയാണ്. ബാക്ടീരിയൽ ഡിസീസ്, വൈറൽ ഡിസീസ്, പ്രോട്ടോസോവൻ ഡിസീസ് തുടങ്ങിയ ഒട്ടനവധി ഡിസീസിനെ കുറിച്ചുള്ള ഒരു വിശദീകരണം നൽകുന്ന ചാപ്റ്ററാണ് ഈ ചാപ്റ്റർ. ടൈഫോയിഡ്, ന്യൂമോണിയ, ക്യാൻസർ, എയ്ഡ്സ് തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ചാപ്റ്ററാണ്. താരതമ്യേന വെയിറ്റേജ് കൂടുതലാണ്, 4 മാർക്ക് വെയിറ്റേജ് ആണ്. നെക്സ്റ്റ് ചാപ്റ്റർ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ. ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ ബോട്ടണിയിൽ പഠിച്ച കുറച്ച് കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാവുന്ന ഒരു ചാപ്റ്ററാണ്. മൈക്രോബ്സ്, ഹ്യൂമൻ വെൽഫെയറിന് ആവശ്യമായിട്ടുള്ള മൈക്രോബ്സ്, നമ്മൾ ഉപയോഗിക്കുന്ന നിത്യേന ഉപയോഗിക്കുന്ന ബാക്ടീരിയ, അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്സിന് ഉപയോഗിക്കുന്ന ഫംഗൈ തുടങ്ങിയ മൈക്രോബ്സിന്റെ യൂസേജസ് വിവിധ തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന അനുദിനം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മാവിൽ ഉപയോഗിക്കുന്ന ഈസ്റ്റ്, പുളിക്കാൻ ഉപയോഗിക്കുന്ന ഈസ്റ്റ്, അതേപോലെ തന്നെ കേട്, തൈരുണ്ടാക്കുമ്പോഴുള്ള ബാക്ടീരിയ നമ്മൾ യൂസ് ചെയ്യുന്നു. ബിവറേജ് ഇൻഡസ്ട്രിയിൽ, ബേക്കിംഗ് ഇൻഡസ്ട്രിയിലൊക്കെ ധാരാളം നമ്മൾ മൈക്രോബ്സ് യൂസ് ചെയ്യുന്നു ഹ്യൂമൻ വെൽഫെയറിന് വേണ്ടി. അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്നത് മറ്റൊരു ഭാഗമാണ് ഈ ചാപ്റ്ററിൽ ബയോഗ്യാസ് പ്ലാന്റ്, അതുപോലെ തന്നെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് തുടങ്ങിയ ഭാഗങ്ങൾ. താരതമ്യേന ചാപ്റ്റർ ചെറുതാണ്, വെയിറ്റേജ് കുറവാണ്, 2 മാർക്കാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ലാസ്റ്റ് ചാപ്റ്റർ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ബോട്ടണിയിലെ സുവോളജിയിലാണ് ഒരു ചാപ്റ്റർ കിടക്കുന്നത്, ഇക്കോളജിയുടെ ഭാഗമായിട്ടുള്ളത്. 3 ചാപ്റ്റർ ഇക്കോളജിക്ക് നമ്മൾ ബോട്ടണിയിൽ പഠിക്കുന്നുണ്ട്. ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ, ബയോഡൈവേഴ്സിറ്റി, അതുപോലെ എൻവയോൺമെന്റൽ ഇഷ്യൂസ്. 4ാമത്തെ ഇക്കോളജിയിൽ വരുന്ന ചാപ്റ്റർ ആക്ച്വലി സുവോളജിയിലാണ് പഠിക്കുന്നത്. അതാണ് ലാസ്റ്റ് ചാപ്റ്റർ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ. ആക്ച്വലി ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ബോട്ടണിയിലും അതിന്റെ കൺസർവേഷൻ ഇവിടെ സുവോളജിയിലുമാണ് പഠിക്കുന്നത്. അത് ഓർമ്മയിൽ ഉണ്ടാവണം. പലപ്പോഴും കുട്ടികൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ തെറ്റിപ്പോകാറുമുണ്ട്. അങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ കിടക്കുന്നതുകൊണ്ടാണ് അത്. അപ്പൊ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ ഇക്കോളജിയിലുള്ളത് ബോട്ടണിയിലും, ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്നുള്ള ചാപ്റ്റർ ഇവിടെ സുവോളജിയിലുമാണ് പഠിക്കുന്നത്. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഈ സുവോളജി ചാപ്റ്റേഴ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ അവസാനിക്കുകയാണ്. ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന് പറയുമ്പോൾ ബയോഡൈവേഴ്സിറ്റിയുടെ കൺസർവേഷൻ എങ്ങനെ സാധ്യമാകാം, അതിന്റെ മെത്തേഡ്സ് എന്തൊക്കെയാണ് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ പല സ്ഥലങ്ങളിലും കാണാറുള്ള, നമ്മൾ യാത്ര പോകുമ്പോൾ കാണാറുള്ള നാഷണൽ പാർക്ക്, ബൊട്ടാണിക്കൽ ഗാർഡൻ, സുവോളജിക്കൽ ഗാർഡൻ, അങ്ങനെ പല രീതിയിൽ നമ്മൾ ബയോഡൈവേഴ്സിറ്റിയെ കൺസർവ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഒരു ചാപ്റ്ററാണ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ. ഈ ചാപ്റ്ററിന് 3 മാർക്കാണ് വെയിറ്റേജ്. പക്ഷെ ബോട്ടണിയിലുള്ള 3 ഇക്കോളജിയിൽ അതർ ചാപ്റ്റേഴ്സ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇക്കോസിസ്റ്റം, എൻവയോൺമെന്റൽ ഇഷ്യൂസ്, ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ, ഈ ചാപ്റ്റേഴ്സിന് 4 മാർക്ക് വീതം വെയിറ്റേജ് ആണ് ബോട്ടണിയിൽ നൽകിയിട്ടുള്ളത്. ഇവിടെ സുവോളജിയിൽ ഇതിന് 3 മാർക്ക് വെയിറ്റേജ് ആണ്. അപ്പൊ ഇങ്ങനെ 8 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് സുവോളജിയിൽ പഠിക്കാനുള്ളത്. 30 മാർക്കിന്റെ ചോദ്യം സുവോളജി ഭാഗത്തു നിന്നും വരും, അതുപോലെ 30 മാർക്കിന്റെ ചോദ്യം ബോട്ടണിയിൽ നിന്നും വരും. അങ്ങനെ ടോട്ടൽ 60 മാർക്കിന്റെ ചോദ്യമാണ് നിങ്ങൾക്ക് വരിക ഫൈനൽ എക്സാമിനേഷൻ. അപ്പോൾ ചാപ്റ്റേഴ്സിനെ കുറിച്ച് ഒരു
ഗ്രാഹ്യം നിങ്ങൾക്കുണ്ടായി എന്ന് കരുതുന്നു. നിങ്ങളെല്ലാം ഒന്ന് വെയിറ്റേജ് അനുസരിച്ച് മനസ്സിലാക്കുക. ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് ബോട്ടണിയുടെയും സുവോളജിയുടെയും എന്ന് വേർതിരിച്ചറിയുക. ഭംഗിയായിട്ട് പഠനം ആരംഭിക്കാൻ ശ്രമിക്കുക. താങ്ക് യു എവരിബഡി.